നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ വോട്ടിംഗ് എത്തി ആരംഭിക്കുകയാണ്. ആദ്യം പരിശോധിക്കാം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വിജ്ഞാപനം ഇറങ്ങി. പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി 27. സൂക്ഷ്മ പരിശോധന 28-ന്. ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക 102 മണ്ഡലങ്ങൾ. വേനൽ ചൂടിലും കത്തിക്കയറി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വികസനവും വിലക്കയറ്റവും ചർച്ചയാക്കി ജനങ്ങൾ. തെരഞ്ഞെടുപ്പിന് ഇനി 37 നാൾ. സംസ്ഥാനത്ത് 20 ലക്ഷത്തിലേറെ വ്യാജ വോട്ടർമാരെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടർ പട്ടിക ശുദ്ധീകരണ നടപടികൾ ആരംഭിച്ചു. നിലവിൽ 2,70,00,000-ഓളം വോട്ടർമാരെന്നും സഞ്ജയ് കൗൾ. ഒടുവിൽ സുരേഷ് ഗോപിക്ക് കലാമണ്ഡലം ഗോപിയുടെ ക്ഷണം. താനും സുരേഷ് ഗോപിയുമായി ഒരു പ്രശ്നവുമില്ല. വീട്ടിൽ വന്ന് കാണാൻ ആരും അനുവാദത്തിനായി കാത്തു നിൽക്കേണ്ട എന്നും കലാമണ്ഡലം വരാൻ ചോദിക്കണ്ടല്ലോ, ഒരാളോടും ചോദിക്കണ്ട. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം. വോട്ട് തേടിയെത്തിയ സുരേഷ് ഗോപിയോട് വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞ വൈദികൻ. തിരമാല പോലെ വാഗ്ദാനങ്ങൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. വോട്ട് സമയത്ത് തന്നെ സാർ ഇവിടെ വരാറുണ്ട്, അല്ലാതെ ഇവിടെ തിരിഞ്ഞു നോക്കാനൊന്നും ആരും വരത്തില്ല. അവർക്ക് അവരുടെ ആവശ്യത്തിന് മാത്രം ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നടക്കും. ഇതൊരു പറ്റിപ്പാണ്. വോട്ട് സമയം വന്നവൻ കൈ കൂട്ടുന്നത്. തിരുവനന്തപുരത്തെ തീരമേഖലയെ കയ്യിലെടുക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ തീവ്രശ്രമത്തിനിടെ ബഹിഷ്കരണ മുന്നറിയിപ്പുമായി ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ. ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ്. ഒരാൾ വന്നു, പക്ഷെ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. കാരണം വെറുതെ എന്തിനാ എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത്. വിവാദം വീണ്ടും കനത്തതോടെ വൈദേകം റിസോർട്ടുമായുള്ള ബന്ധം ഒഴിവാക്കാൻ EP ജയരാജൻ. ഭാര്യയുടെ ഓഹരി വിൽക്കാൻ വെച്ചിരിക്കുകയാണ് എന്ന് ജയരാജൻ. വാങ്ങാൻ ആരെങ്കിലും വന്നാൽ ബിസിനസ്സിൽ നിന്ന് പിന്മാറും. ഭാര്യയുടെ പടം വെട്ടിയൊട്ടിച്ചത് സതീശന്റെ കപട രാഷ്ട്രീയമെന്നും ജയരാജൻ. വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. കോൺഗ്രസിന് 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തയ്യാറാക്കിയത് 40 മണ്ഡലങ്ങളിലെ പേരുകൾ. പശ്ചിമ ബംഗാളിൽ ഇടതു പാർട്ടികളും കോൺഗ്രസും സഖ്യമായി മത്സരിക്കാൻ നീക്കം. വരുൺ ഗാന്ധിയെ പാർട്ടി ടിക്കറ്റിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത തുറന്നിട്ട് സമാജ്വാദി പാർട്ടി. നീറ്റ് പരീക്ഷ റദ്ദാക്കുമെന്ന വാഗ്ദാനവുമായി DMK പ്രകടന പത്രിക. പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്നും വാഗ്ദാനം. കനിമൊഴിയും ബാലുവും ദയാനിധിമാരനും മത്സരരംഗത്ത്. DMK 21 സീറ്റിലും AADMK 16 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രതിഷേധം കനത്തതോടെ തമിഴ്നാടിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കരന്തലജെ. കേരളത്തെക്കുറിച്ചുള്ള പരാമർശം പിൻവലിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി DMK. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിന്റെ വിജ്ഞാപനം ഇറങ്ങി. 102 ലോക്സഭാ സീറ്റുകളിൽ ആണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുക. പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 27. സൂക്ഷ്മ പരിശോധന മാർച്ച് 28-ന് നടക്കും. കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പിന് 37 ദിവസം ആണ് ശേഷിക്കുന്നത്.
ആദ്യഘട്ട വിജ്ഞാപനം പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള തിരക്കിൽ ആണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് വിവരം. ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിൽ എത്തിയിരുന്നു. അതേസമയം പശ്ചിമ ബംഗാളിൽ ഇടതു പാർട്ടികളും കോൺഗ്രസും സഖ്യമായി മത്സരിക്കാനുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കോൺഗ്രസ് 12 സീറ്റിൽ മത്സരിക്കും എന്നാണ് വിവരം. തമിഴ്നാട്ടിൽ DMKയും AIADMKയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. DMK 21 സീറ്റിലെയും AIADMK 16 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ദയാനിധി മാരൻ, TR ബാലു, കനിമൊഴി തുടങ്ങിയവർ DMKയ്ക്കായി മത്സര രംഗത്തുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കും, CAA നടപ്പാക്കില്ല തുടങ്ങിയവയാണ് DMKയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊന്ന്, പ്രതിഷേധം കനത്തതോടെ തമിഴ്നാടിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ കേന്ദ്രമന്ത്രിയും ബാംഗ്ലൂരു നോർത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ ശോഭ കരന്തലജെ മാപ്പു പറഞ്ഞു എന്നതാണ്. ഭീകര പരിശീലനം നേടിയവർ ബാംഗ്ലൂരുവിൽ എത്തി സ്ഫോടനം നടത്തുന്നുവെന്ന പരാമർശം തമിഴ്നാട്ടുകാരെ മുഴുവൻ ഉദ്ദേശിച്ചല്ല എന്നാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ മാപ്പു പറയാനോ പിൻവലിക്കാനോ ശോഭ കരന്തലജെ തയ്യാറായിട്ടില്ല. കേരളത്തിൽ നിന്നെത്തിയ ആളുകൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ ആസിഡ് ഒഴിക്കുന്നു എന്നായിരുന്നു ശോഭ കരന്തലജയുടെ വിദ്വേഷ പരാമർശം. ശോഭ കരന്തലജയ്ക്ക് എതിരെ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ മറ്റൊരു നീക്കം നടക്കുന്നത് വരുൺ ഗാന്ധിയെ പാർട്ടി ടിക്കറ്റിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത സമാജ്വാദി പാർട്ടി തുറന്നിട്ടു എന്നുള്ളതാണ്. BJP സീറ്റ് നിഷേധിച്ചാൽ വരുണിനെ മത്സരിപ്പിക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പരിഗണിക്കും എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രതികരിച്ചു. പിലിഭിത്ത് ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ ആണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ആ പട്ടികയിൽ വരുൺ ഗാന്ധി ഇല്ല എങ്കിൽ ആണ് SP വാതിൽ തുറന്നു നൽകുക. എന്തായാലും വോട്ടിംഗ് തീയിനി കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 2,72,80,160 പേർ ജനവിധി എഴുതും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. സ്ത്രീ വോട്ടർമാരാണ് സംസ്ഥാനത്ത് കൂടുതൽ. 1,40,95,250 സ്ത്രീ വോട്ടർമാരാണ് കേരളത്തിൽ ഉള്ളത്. 1,31,84,573 പുരുഷ വോട്ടർമാരും ഉണ്ട്. ജനുവരി 22-നാണ് സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. മാർച്ച് 18 വരെയുള്ള കണക്കാണിത്. ഏപ്രിൽ 8 വരെ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ അവസരമുണ്ട് എന്ന് കമ്മീഷൻ അറിയിച്ചു. മരിച്ചവരും പേര് ഇരട്ടിപ്പിക്കലും ഉൾപ്പെടെ 20 ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് നീക്കിയെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 100 വയസ്സിൽ അധികമുള്ള 2,999 വോട്ടർമാരും 85 വയസ്സ് കഴിഞ്ഞ 2,49,960 വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. 85 വയസ്സ് കഴിഞ്ഞവർക്കും 40% വൈകല്യം ഉള്ളവർക്കും ആവശ്യമെങ്കിൽ വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കും എന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ 2,525,000 പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 777 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്തുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 2023-24 ശ്രദ്ധിച്ചാൽ അറിയാം, ASD ഡെഡ് ഷിഫ്റ്റഡ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സായിട്ട് നമ്മൾ ഏകദേശം 20 ലക്ഷത്തിലേറെ കണ്ടെത്തി. അത്ര പേര് നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇതിനു വേണ്ടി 2 പ്രാവശ്യം BLOമാർ ഹൗസ് ടു ഹൗസ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ പ്രാവശ്യം സ്പെഷ്യൽ സമ്മറി റിവിഷൻ്റെ ഭാഗമായിട്ട്
ഇന്ന് തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ നീക്കം എന്നത് മറ്റൊരു നേതാവ് കൂടി BJPയിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ലീഡർ കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന കെ മഹേശ്വരൻ നായർ ആണ്. KPCC മുൻ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു മഹേശ്വരൻ നായർ. ഉപാധികൾ ഒന്നുമില്ലാതെയാണ് BJPയിൽ അംഗത്വം എടുത്തത് എന്നാണ് മഹേശ്വരൻ നായർ പറഞ്ഞത്. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും. രാജീവിന്റെ വികസന കാഴ്ചപ്പാടാണ് തന്നെ BJPയിലേക്ക് എത്തിച്ചത് എന്നും മഹേശ്വരൻ നായർ പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവഗണന ഒന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉദ്ദേശത്തോടുകൂടിയാണ് പലരും ഒരു നിലപാടെടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉപാധിയുമില്ലാതെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനം അത് നമ്മുടെ ലക്ഷ്യമാണ്. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ സാധാരണ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതിൻ്റെ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കണമെങ്കിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഒരു മാസ്റ്റർ പ്ലാനും വേണം. നിർഭാഗ്യവശാൽ ഞാനൊരു 10-20 വർഷം ഈ മാസ്റ്റർ പ്ലാന് വേണ്ടി നഗരസഭയിൽ ശബ്ദിച്ചിട്ടുള്ളൊരാളാണ്. ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും പുതിയ ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ തലസ്ഥാന നഗരം ഉയരണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാട് വേണമെങ്കിൽ ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങൾ നഗരസഭയും സർക്കാരും ചെയ്യും. അക്കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ്. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞത് സുരേഷ് ഗോപിയെ തള്ളി കലാമണ്ഡലം ഗോപി രംഗത്തെത്തിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ സുരേഷ് ഗോപിക്ക് കലാമണ്ഡലം ഗോപിയുടെ ക്ഷണം. തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം എന്നാണ് കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത്. താനും സുരേഷ് ഗോപിയുമായി ഒരു പ്രശ്നവുമില്ല. വീട്ടിൽ വന്ന് കാണാൻ ആരും അനുവാദത്തിനായി കാത്തു നിൽക്കേണ്ടതില്ല എന്നും കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് ഇനിയും വരാമെന്നും സുരേഷ് ഗോപി എത്തിയാൽ സ്വീകരിക്കുമെന്നും കലാമണ്ഡലം ഗോപി വ്യക്തമാക്കുന്നു. സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ച് വീഡിയോ കൊടുക്കില്ല. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടറായ തനിക്ക് കെ രാധാകൃഷ്ണനുമായി വലിയ സ്നേഹബന്ധമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത് എന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ സുരേഷ് ഗോപി വരും, ഒന്ന് അനുഗ്രഹിക്കണം, ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ, അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ച് വിടുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട. പത്മഭൂഷൺ കിട്ടണമെങ്കിൽ തന്നെങ്കിൽ വാങ്ങിക്കാം. അതല്ല കിട്ടാൻ ഭാവമില്ല, എനിക്കൊരൊറ്റ പരിഭവമില്ല, ദേഷ്യവുമില്ല, സങ്കടവുമില്ല. പക്ഷേ കിട്ടിയാൽ വേണ്ടാന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഈ പത്മഭൂഷൺ കിട്ടണ്ടേ അതിനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമമായി ഈ പറഞ്ഞ വാക്ക്. എന്താ വെച്ചാൽ സുരേഷ് ഗോപി വരുന്നുണ്ട് പറഞ്ഞാൽ സന്തോഷമേ അവനുള്ളൂ. മകൻ എന്ന് പറഞ്ഞാൽ രഘുരാജാണ്. സുരേഷ് ഗോപി അതെ മോഹൻലാലും അതെ മമ്മൂട്ടി അതെ ആര് വരികയാലും അവന് വലിയ ബഹുമാനമുള്ള ആളാണ് ഈ കലാകാരന്മാരെയൊക്കെ. അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. അപ്പോൾ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ അവൻ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല. പിന്നെ അവർ തമ്മിലാണ്, ഡോക്ടറും മറ്റേ മകനും, അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറച്ചിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അറിയില്ല, ഞാൻ കേട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടപ്പോൾ അത് പലരും എന്നെ വിളിച്ചില്ല. ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു. അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ എഴുതുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു, ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു.
റൈറ്റ്. അങ്ങനെ എന്തായാലും ആ വിവാദം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ വോട്ട് തേടിയെത്തിയ സുരേഷ് ഗോപിയോട് വിയോജിപ്പുകൾ തുറന്നു പറയുകയാണ് ഒരു വൈദികൻ. ഫാദർ ലിജോ ചാലിശ്ശേരിയാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. മണിപ്പൂർ വിഷയത്തിലടക്കം BJP നിലപാടുകൾ വൈദികൻ ചോദ്യം ചെയ്യുകയും ചെയ്തു. തൃശൂർ അവിണിശ്ശേരി ഇടവകയിൽ സുരേഷ് ഗോപി വോട്ട് തേടിയെത്തിയപ്പോൾ ആയിരുന്നു ഇത്തരത്തിൽ വൈദികന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായത്. തെരഞ്ഞെടുപ്പിനിടയിൽ EP ജയരാജനെ കുഴപ്പിക്കുന്നുവെന്നാണ് വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ. അതിനെ വലിയ ആയുധമാക്കി കോൺഗ്രസ് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചില നീക്കങ്ങൾ EP ജയരാജൻ നടത്തുന്നുണ്ട്. ആ നീക്കങ്ങൾ എന്ത് എന്ന് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. മാങ്കുളത്ത് ട്രാവലർ കൊക്കയിലേക്ക് ബർജർ പെയിന്റ്സ് 100 years of trust. വൈദേകം റിസോർട്ടിൽ നിന്ന് ഭാര്യയുടെ ഓഹരി പൂർണ്ണമായും ഒഴിവാക്കുമെന്നാണ് EP ജയരാജൻ പറയുന്നത്. അതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ടാണ് വിൽക്കാത്തത്. രാജീവ് ചന്ദ്രശേഖരന്റെ വക്കാലത്തെടുക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നും EP ജയരാജൻ പറയുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ വൈദികത്തിൽ ഒരു ഷെയർ ഹോൾഡറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനത് എനിക്ക് മറച്ചുകൊണ്ട് ഒരു കാര്യമില്ല. വസ്തുതയാണത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വക്കാലത്തെടുക്കേണ്ട ഒരു കാര്യമില്ല. അത് എനിക്കറിയേണ്ട കാര്യമില്ല. അത് അവരുടെ ബിസിനസ്. നിരാമയ ഉണ്ടെങ്കിൽ നിരാമയയുടെ ബിസിനസ്, വൈദികം ഉണ്ടെങ്കിൽ വൈദികത്തിൻ്റെ ബിസിനസ്. എനിക്കിതിലൊന്നും ഭാഗവാക്കാകേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണ്. ആ ഷെയർ തന്നെ കൊടുക്കാൻ വേണ്ടി, കാരണം ഇങ്ങനെ കുറേ പരാതി വരുന്നതുകൊണ്ട് അത് തന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ്. ഒരാൾ വന്നു, പക്ഷെ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. കാരണം വെറുതെ എന്തിനാ എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനൊരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത്? നിങ്ങൾക്കതിന് ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കാൻ ഇടവന്നത് എൻ്റെ ഭാര്യ അതിലുണ്ടായതുകൊണ്ടല്ലേ? അതിലൊന്നും ഞങ്ങളില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ വീഡിയോക്കാർ വന്നപ്പോൾ ഞാനതിലില്ല. എനിക്കങ്ങനെ ബിസിനസ് നടത്തേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ്സുകാരനുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. ജനിച്ചത് മുതൽ ഞാൻ രാഷ്ട്രീയത്തിലാണ്. ആ കാര്യം ചെയ്യുന്നു. ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ വിവാദം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കൂടി LDF കൺവീനർ EP ജയരാജൻ ആരോപണവുമായി രംഗത്ത് വരുന്നു. തൻ്റെ ഭാര്യ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഇരിക്കുന്ന വ്യാജചിത്രം പ്രചരിപ്പിക്കുന്നതായും അതിനു പിന്നിൽ VD സതീശൻ ആണ് എന്നുമാണ് EP ജയരാജൻ പറയുന്നത്. സതീശൻ്റേത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് എന്നും EP തുറന്നടിച്ചു. ഫാത്തിമ ഭൗമിക് എന്ന BJPയുടെ MP അവരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇരിക്കുന്നൊരു പടം, ആ പടം എടുത്തിട്ടാണ് ആ സ്ഥാനാർത്ഥിയുടെ പടം എടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ തല വെട്ടി ഈ സ്ത്രീക്ക് പകരം എൻ്റെ ഭാര്യയുടെ തലവെട്ടി ഇവിടെ സ്ഥാപിച്ചു. എന്നിട്ടാണ് ഇത് നവമാധ്യമ രംഗത്ത് പ്രചരിപ്പിച്ചത്. അതാണ് VD സതീശൻ്റെ രാഷ്ട്രീയം. ഇത് രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഒരു ഫ്രോഡ് രാഷ്ട്രീയമാണ് VD സതീശൻ കൈകാര്യം ചെയ്യുന്നത്. അനധികൃതമായി പണമുണ്ടാക്കുക, അശ്ലീല വീഡിയോ നിർമ്മിക്കുക, തലവെട്ടി പ്രതിമയുണ്ടാക്കിയിട്ട് ആളുകളെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തുക, സ്ത്രീകളെ അവമാനിക്കുക, തെറി വിളിക്കുക, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറി വിളിക്കുക, ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി? പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണം ഇവിടെയും തീരുന്നില്ല. പുനർജനി പദ്ധതിയുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് വൻതോതിൽ വിദേശത്ത് നിന്ന് പണം പിരിച്ചുവെന്നും എന്നാൽ പിരിച്ച പണം കൊണ്ട് സതീശൻ വീട് നിർമ്മിച്ചില്ലേ എന്നും EP ജയരാജൻ ആരോപിച്ചു. VD സതീശൻ നൽകിയ വീടുകൾ പലതും സ്പോൺസർമാരുടെ സംഭാവനയാണ്. ED അന്വേഷിക്കാത്തത് കോൺഗ്രസ് BJP ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നും EP ജയരാജൻ ആരോപിച്ചു. VD സതീശൻ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ തോതിൽ പണം പിരിച്ച് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചു. ആ പണം പിരിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. ഇവിടെയാണെങ്കിൽ ഈ
വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണം പിരിച്ചത് എന്നാണ് പറയുന്നതെങ്കിലും ആ പിരിച്ച പണം കൊണ്ട് വി.ഡി. സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല. ഇവിടെ ചില സ്പോൺസർമാരും അതുപോലെ തന്നെ ചില NGO സഹകരണത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള വീട് തൻ്റെ പട്ടികയിൽപ്പെടുത്തി ഈ പുനർജനി എന്ന് അവകാശപ്പെട്ട്, അതാണ് പുനർജനി എന്നാണ് വി.ഡി. സതീശൻ അതിന് കൊടുത്ത പേര്. പുനർജനിയുടെ പേരിൽ വിദേശത്തു നിന്ന് വൻതോതിൽ പണം പിരിച്ചു. നിയമവിരുദ്ധമാണത്. ആ വിദേശത്ത് പിരിച്ച പണം വി.ഡി. സതീശൻ എന്ത് ചെയ്തു? ഇ.പി. ജയരാജന്റെ ഭാര്യ ഇന്ദിര കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഇരിക്കുന്ന വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം DCC അംഗം ഡിക്രൂസിനെതിരെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തത്. ഫേസ്ബുക്ക് വഴി വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് നടപടി. ഇനി വോട്ടിംഗ് എത്തി കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്ത് എളുപ്പത്തിൽ ജയിക്കാം എന്നാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി ഒപ്പം BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. PC ജോർജ് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് BJP-യാണ്. താൻ വാഗ്ദാനം നൽകിയ ശേഷം റബ്ബർ വില കൂടി, ജയിച്ചാൽ വില 250 രൂപ ആക്കുമെന്നുമാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ NDAയും സജീവമായി കളത്തിൽ വന്നു കഴിഞ്ഞു. കോട്ടയത്ത് റോഡ് ഷോയുടെയാണ് തുടക്കം. ഉഷാറായോ? വളരെ ഉഷാറായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. അത് നിങ്ങൾ കഴിഞ്ഞ ഇന്നലെ തന്നെ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ നിയോജകമണ്ഡല സമ്മേളനങ്ങളും പഞ്ചായത്ത് സമ്മേളനങ്ങളെല്ലാം അടുത്ത ദിവസം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ബിഷപ്പ് ഹൗസുകൾ കേന്ദ്രീകരിച്ചാണോ പ്രധാനം? ആ വോട്ടുകൾ കൂടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് എല്ലാ ബിഷപ്പുമാരെയും കണ്ടു കഴിഞ്ഞു. അല്ല, ഞാൻ ഇവരൊക്കെ ആയിട്ട് പണ്ട് മുതലേ വ്യക്തിപരമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് അനുവാദം വാങ്ങിച്ച ശേഷം മാത്രമല്ലേ മത്സരിക്കാൻ വേണ്ടി പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം, എല്ലാവരെയും പോയി കണ്ടിരുന്നു. അന്ന് തിരുമേനി ഇവിടെ ഇല്ലായിരുന്നു, അദ്ദേഹം 2 ആഴ്ചയായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ് വന്ന് കണ്ടത്. എല്ലാവരുമായി ഞാൻ നേരത്തെ തന്നെ വ്യക്തിപരമായ ബന്ധമുള്ളതാണ്. അവരൊക്കെ ആയി പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ റബ്ബർ വില സംബന്ധിച്ച് ഉറപ്പിനെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറേ കാലമായി കർഷകർ സമരത്തിലാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അങ്ങനൊരു വാഗ്ദാനം നൽകുമ്പോൾ ജനം അത് വിശ്വസിച്ച് വോട്ട് ചെയ്യുമോ? ഏതാണെങ്കിലും കഴിഞ്ഞ 10, 15, 20 വർഷമായിട്ട് ഇവർ പറഞ്ഞിട്ട് നടന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ശേഷം ഏതായാലും കുറച്ചെങ്കിലും വില കൂടിയല്ലോ. എനിക്കൊരു അവസരം എന്താ, എന്നിട്ട് നിങ്ങളെന്നോട് ചോദിക്കുക. റൈറ്റ്. എന്തായാലും അവസരം കൊടുത്താൽ അത് 250 എത്തിക്കും എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. അതേസമയം ഈ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരെ KPCCയും സമസ്തയും ലീഗും ഒക്കെ രംഗത്ത് വന്നുവെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന ആവശ്യം യുക്തിസഹമല്ല എന്നാണ് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി M. അബ്ദുൾ സലാം പറയുന്നത്. പ്രധാനമന്ത്രിയുടെ പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാത്തത് വിവാദമാക്കിയത് മറ്റ് ലക്ഷ്യങ്ങൾ ഉള്ളവർ ആണ് എന്നും അതിൽ വിഷമമുണ്ട് എന്നും അബ്ദുൾ സലാം ന്യൂസ് 18നോട് പറഞ്ഞു. മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ശ്രീ അബ്ദുൾ സലാം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ആ തിരക്കിനിടയിലും അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പ്രചരണം ആദ്യഘട്ടത്തിന്റെ അവസാന പാദത്തിലായിരിക്കുമല്ലോ, എങ്ങനെ പുരോഗമിക്കുന്നു? നല്ല പുരോഗതിയുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലത്തും എനിക്കൊന്ന് 80% സ്ഥലങ്ങളിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. നല്ല റെസ്പോൺസുമാണ്. നമ്മൾ പ്രതീക്ഷയെക്കാളും നല്ല റെസ്പോൺസാണ്. ഒരു മൂടി വേവ് അടിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഒരു ഹിഡൻ വേവാണ്. കാര്യം പൊട്ടിച്ച് എടുക്കാൻ ഒരു കറുത്ത ആവരണം അവിടെ കിടക്കുന്നത്. അതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞ അടിയിൽ നല്ല എന്താ പറയുക ഓളം വെട്ടുന്നുണ്ട്. ഈ മലപ്പുറത്തിന്, പ്രത്യേകിച്ച് മലപ്പുറത്തുകാർക്ക് BJP-യോട് ഒരു തൊട്ടുകൂടായ്മ ഉണ്ടെന്നുള്ള പ്രചാരണം പലയിടത്തുണ്ട്. പക്ഷെ 10 കൊല്ലം പ്രൂവ് ചെയ്ത് അവരെ മനസ്സിലേക്ക് കയറി മോഡിജി, വിശേഷിച്ച് പെണ്ണുങ്ങളെ മനസ്സിലേക്ക് കയറി. പക്ഷെ അതിന് തുറന്നിടാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങളെന്ത് പറയണില്ല, മുണ്ട് മാറ്റിക്കളയുന്നതിനൊക്കെ കല്യാണം കഴിച്ച് വലിച്ചെറിയുന്ന പെണ്ണുങ്ങൾക്ക് ഒരു സംരക്ഷണ ഭിത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ 2 കൈയോട് തൊഴുവില്ലേ. അതല്ല UP-യിൽ അമ്പലം വരെ വെച്ച് മോഡിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസമാണ് അബ്ദുൾ സലാം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം തേടിയെത്തുന്ന സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കഥയാണ് കടലിൻ്റെ മക്കൾക്ക് പറയാനുള്ളത്. തിരമാല പോലെയാണ് വാഗ്ദാനങ്ങൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും തിരിഞ്ഞു നോക്കാറില്ല. ഇങ്ങനെ നീളുന്നു മത്സ്യത്തൊഴിലാളികളുടെ പരിഭവങ്ങൾ. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ആരാകണം ജയിച്ചു വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹമാണ്. പക്ഷേ അവർ എപ്പോഴും പങ്കുവെക്കുന്ന ആശങ്ക ദുരിതങ്ങളുടെയും വേദനകളുടേതുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ തിരിഞ്ഞു നോക്കുന്നതെന്നും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ പൂർണ്ണമായി അവഗണിക്കുകയാണ് എന്ന ആക്ഷേപമാണ് തുടർച്ചയായി മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. ഈ ദുരിതങ്ങൾക്കിടയിലാണ് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പൊരുവെയിലത്ത് മീൻ കച്ചവടം നടത്താൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവുകളിൽ ഇരിക്കുന്നതും. ഏതായാലും നമ്മോടൊപ്പം ചില മത്സ്യത്തൊഴിലാളികൾ ചേരുന്നു.
എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വരുന്നുണ്ടോ നിങ്ങളുടെ ഇടയ്ക്ക്? അവർ വോട്ട് സമയത്ത് തന്നെ സാറേ ഇവിടെ വരാറുള്ളൂ, അല്ലാതെ ഇവിടെ തിരിഞ്ഞു നോക്കാനൊന്നും ആരും വരത്തില്ല. അവർക്ക് അവരുടെ ആവശ്യത്തിന് മാത്രം ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നടക്കൂ. ഞങ്ങളുടെ ആവശ്യങ്ങളും കൂടെ നേടിത്തരാൻ പറ. ഞങ്ങൾക്കൊരു റേഷൻ കാർഡിൽ നിന്ന് ഒരു ഇത് വേണമെങ്കിൽ ഇപ്പം അത് അവിടെ ഇത് ചെയ്യണം, ഒപ്പിറ്റി നമ്പർ വേണം, അതെല്ലാം ക്യാൻസലായി. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ല. ഞങ്ങൾക്ക് അവർ ഇലക്ഷൻ സമയത്ത് വന്നിട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക, ആരും ഒന്നും ചെയ്യത്തില്ല. അവർ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം, ഞങ്ങളുടെ കാര്യം ആരും ചെയ്യത്തില്ല. ഈ മീനിന് വിലയുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ? മീന് ഭയങ്കര വില. ഇപ്പം മീന് ഒരു കുട്ടായില 5000-6000 രൂപ. ഇതെടുത്ത് ഞങ്ങൾക്ക് 1 രൂപ പോലും കിട്ടുന്നില്ല. എന്ത് ചെയ്യാൻ വേണ്ടി? കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം ഇല്ല, കച്ചവടം പൊതുവേ ഇല്ല. ഇപ്പോൾ രാവിലെ എടുത്ത മീനുകളാണ് ഞങ്ങളിത് ഇവിടെ വെച്ച് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വിഷമങ്ങളൊക്കെ സ്ഥാനാർത്ഥികളോട് പങ്കുവെക്കും പറഞ്ഞാൽ അവരെ അവർക്ക് തരുമോ? അവരാരും ഒന്നും തരത്തില്ല. അവർ വരും, അവരുടെ കാര്യം നടത്തും, അവർ പോകും. ഇത്രയേ ഉള്ളൂ. അതിനു വേണ്ടി വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് കൈ മുമ്പിട്ടിട്ട് പോകും. ഇത്രയേ ഉള്ളൂ. ചേച്ചി, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? മിണ്ടത്തില്ലേ? കച്ചവടം കുഴപ്പമില്ലാതെ പോണു. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്, സ്ഥാനാർത്ഥികളൊക്കെ വരുന്നുണ്ടോ? എല്ലാ സ്ഥാനാർത്ഥിമാരും ഇവിടെ വരും. എന്നിട്ട് എന്ത് പറയുന്നു? വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ? ഞങ്ങൾക്കൊന്നും പറയാനില്ല മക്കളെ. അപ്പോൾ അതാണ് അഭിപ്രായം. അവർ നിരാശരാണ്. കാരണം എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടി എത്തുന്നത് എന്ന ഒരു ആക്ഷേപമാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ കൃത്യമായി ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല എന്ന ആക്ഷേപമാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പങ്കുവെക്കുന്നത്. അമ്മ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? വളരെ മോശമാണ് മോനെ, വളരെ മോശമെന്ന് പറഞ്ഞാൽ 2.5 മാസമായി ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന അമ്മയാണ്. മക്കളില്ല, ഭർത്താവില്ല. എനിക്ക് വീട് പോയപ്പോൾ വീട് തന്നില്ല. വീട് തന്ന 3 പ്രാവശ്യവും ലിസ്റ്റിൽ പേര് വന്നപ്പോൾ ഒരാണും 4 പെണ്ണും കൂടെ പറഞ്ഞു കൊടുത്ത് എനിക്ക് മുകളിൽ വീടുണ്ടെന്ന്. എൻ്റെ വീടും എൻ്റെ മോനും എടുത്ത് 24 വർഷം അങ്ങനെ വീട് തന്നില്ല. ഞാനിപ്പോൾ അടുത്ത വീട്ടിലാണ് കിടക്കുന്നത്. ഈ സ്ഥാനാർത്ഥി എന്തായാലും ഈ അമ്മമാരുടെ പരിഭവങ്ങൾ സ്ഥാനാർത്ഥികൾ കൃത്യമായി കേൾക്കട്ടെ. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകി വിജയിച്ചു പോയാൽ തിരിഞ്ഞു നോക്കാത്തതിനെക്കുറിച്ചാണ് ഈ അമ്മമാർ പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തോടെ ഇന്നത്തെ വോട്ടിംഗ് എത്തി പൂർണ്ണമാകുന്നു. നമസ്കാരം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. നിർദ്ദേശം